എല്ലാവർക്കും നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ചിത്രം എറിക് എന്ന് പറയുന്ന ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ക്യൂ സിനിമാസ് ഇൻ അസോസിയേഷൻ വിത്ത് ഓഷോ എന്റർടൈൻമെന്റ്സ് ആണ്. അത് വിതരണത്തിന് എടുത്തിരിക്കുന്നത് സ്പാരക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, തൃശ്ശൂർ ബേസ്ഡ് ആണ്. അപ്പോൾ ഈ ചിത്രം ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുമ്പോൾ അതില് എൻ്റെ ഒരു മെയിൻ ആള് രാംജിയാണ്. രാംജി വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. നിങ്ങൾക്ക് പലർക്കും ഇപ്പം മനസ്സിലാവില്ല, അദ്ദേഹം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഹെഡ് മാസ്റ്ററായിട്ട് അഭിനയിച്ചാണ്. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. രാംജി വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുപോലെ തന്നെ ബെന്നി വാഴപ്പള്ളി, മധു മാവേലിക്കര, ശശി നായർ, പിന്നെ ഓഷോ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കംപ്ലീറ്റ് UK കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് റോണി, സുരേഷ് ആൻഡ് ജെയ്സൺ എന്ന് പറയുന്ന 3 പേരാണ്. ഓഷോ എന്റർടൈൻമെന്റ് എഴുത്തോല എന്ന് പറഞ്ഞ സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു അസോസിയേഷനിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാണ് ഈ ഇരിക്കുന്നതൊക്കെ: കവിത, ഗീതിക തിവാരി, ഹേമന്ത് മേനോൻ, പിന്നെ ഞാൻ ശങ്കർ, രാംജി, പിന്നെ ആദിരാം. ഇവരെല്ലാവരുമാണ് ഈ സിനിമയിൽ. പിന്നെ കുറച്ച് പേരുണ്ട് ഇവിടെ വന്നിട്ടില്ല. പ്രവീൺ ഉണ്ട്, പിന്നെ ഒരു ആഷ് ഉണ്ട്, കിരൺ ഉണ്ട്, മനു കൃഷിങ്കിലുണ്ട്. ഇപ്പൊ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല, ഇവരൊക്കെ UK അപ്പൊ ഇത് എറിക് എന്ന് പറയുന്ന സിനിമ 6-ാം തീയതി റിലീസ് ആവുന്നു. അതിന്റെ ട്രെയിലറും ഒരു സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചോദിക്കാം. ഹേമന്തിനെ ഞാൻ ഈ കഥ പറഞ്ഞ തന്നെ ഹേമന്തിനെ മനസ്സിൽ കണ്ടിരുന്നു. പിന്നെ അതിന് അമേരിക്കയിൽ പോയി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അവിടുത്തെ TV ഷോ അല്ല ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കവിത പിന്നെ ഗീതിക തിവാരിയുടെ ഹൈറ്റിന് ചേരുന്ന ഒരാൾ വേണമെന്ന്, അങ്ങനെയാണ് കവിതയിലേക്ക് എത്തിയത്. പിന്നെ രാംജി ഇതിലൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരണം. എന്താ ഈ സിനിമ ഇപ്പൊ ഇറക്കുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഹൊറർ മൂവിയാണ് അല്ലെ? അപ്പൊ ആദ്യത്തെ സിനിമ തന്നെ ഒരു ഹൊറർ മൂവി എടുക്കണം എന്നുള്ളൊരു എന്റെ ആദ്യത്തെ സിനിമയല്ല അത്. ഇത് 4ാമത്തെ സിനിമയാണ് ശരിക്കും. ഞാൻ ആദ്യം ചെയ്തത് വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് കുറെ മുമ്പ് ചെയ്തതാണ്. അതിനുശേഷം കേരളോത്സവം 2009 എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പിന്നെ മണൽ നഗരം എന്ന് തമിഴിലൊരു സിനിമ ചെയ്തു. ഇപ്പൊ ഈ ലാസ്റ്റ് ഈ സിനിമ എറിക്. ഇത് ഹൊറർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഹൊറർ കുറെ കൂടി നമുക്ക് വിഷ്വലി ഒക്കെ കുറെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മുഴുനീളം നമ്മൾ ലണ്ടനിൽ ഷൂട്ട്. ഈ ഒരു കഥ അങ്ങനെ വന്നപ്പോൾ ഈ കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളത് വർക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിനൊരു സാധ്യത തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ ഞങ്ങള് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് വേണോ വേണ്ടയോ, ഈ സിനിമ ചെയ്യാൻ പറ്റുമോ, ലണ്ടനിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ പിന്നെ ഒരുപാട് വിസ ഫോർമാലിറ്റീസ്. പക്ഷെ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം സംഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. 6-ാം തീയതി റിലീസ് വരയ്ക്ക് എത്തിയപ്പോൾ ട്രെയിലറൊക്കെ പലരും കണ്ടു കാണും എന്ന് തോന്നുന്നു. ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ്ങില് ഞാൻ ഒരു സോങ്ങില്, അതൊരു ടൈറ്റിൽ സോങ് ആണ്, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ആക്ച്വലി ആ ഒരു ഫിലിമിന്റെ കഥ പറയുന്ന ഒരു സോങ് ആണത്. അപ്പൊ ആസ് എ ഡയറക്ടർ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അഭിനയിക്കാം. പിന്നെ ഒരുപാട് നല്ല ഗാനങ്ങളിൽ ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ വിചാരിച്ചു. സാർ പറഞ്ഞു UK ഇതിന്റെ ഭൂരിഭാഗം സീനുകളും ചിത്രീകരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? ഇവിടുന്ന് വിട്ടിട്ട് കഥയുടെ ആവശ്യം? കഥയിൽ അത് ഡിമാൻഡിങ് ആണ്. ഒരു ഫോറിൻ കൺട്രി, UK ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ആ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് അതിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു വിഷ്വൽ ഡിഫറൻസിന് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ സിനിമയിലും കാണുന്ന ഒരു വിഷ്വൽ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ആ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതും കൂടി ഒരു കാരണമാണ്. ഒരു നടൻ എന്നുള്ള രീതിയിലാണ്, ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഇപ്പൊ? അല്ല, ഞാൻ ആസ് എ നടൻ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ആസ് എ ഡയറക്ടർ വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് എനിക്ക് ഒരു സിനിമ എന്ന് പറയുന്ന, ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിനിമ തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന വരയ്ക്കുള്ള ഇൻവോൾവ്മെന്റ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കഥ എഴുതി, ലൊക്കേഷൻസ് കണ്ടെത്തി, ആർട്ടിസ്റ്റിനെ കണ്ടെത്തി, അത് പിക്ചറൈസ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വരുന്നു. ഇതിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആണ്. അതാണ് എന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇന്നത്തെ സിനിമാ മേഖലയില് സംവിധായകൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ താങ്കൾക്ക് തോന്നിയത് സിനിമ എല്ലാ മേഖലയിലും കൈകാര്യം ചെയ്തു എന്നൊന്ന് ചോദിച്ചതാ. ഈ സിനിമ എന്ന് പറയുന്നത്, ഒരു സിനിമ നമ്മൾ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് അതിന്റെ വിജയ സാധ്യതയൊന്നും നമുക്കറിയില്ല. ബിക്കോസ് അതൊക്കെ തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സിനിമ ഇന്ന് ഇറക്കുക എന്ന് പറയുന്നത്, നമ്മൾ എടുത്ത് അത് തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. തിയേറ്റേഴ്സ്, പോസ്റ്റ്, അതിന്റെ ഒരു പ്രൊമോഷൻസ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇരുന്നതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേക്കൊക്കെ വന്ന് ഇതെല്ലാം ചെയ്തു വന്ന് ഇതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് ജനങ്ങൾ പറയണം. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഏത് കാലഘട്ടത്തിലും സിനിമ അങ്ങനെ തന്നെയാണ്. സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കാശ് മേടിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ അത് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന വരയ്ക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് ഭയങ്കരമാണ്. ഈ സിനിമ ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ വസ്തുതാനുഭവം സാറിലേക്കായിരിക്കും വരുന്നത്. ശങ്കറിന്റെ ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും. ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾ തമ്മിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. എന്താണ് ഈ സിനിമ മുൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അല്ല, അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ആ ജോണർ തന്നെയാണ്, ഹൊറർ. പിന്നെ നമ്മളത് സിനിമ കാണുമ്പോൾ അറിയും. ബിക്കോസ് അതിൽ കുറെ സംഭവങ്ങളുണ്ട് ആ സിനിമയിൽ. ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ ഒരു വിഷ്വൽ ഡിഫറൻസ്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പല സിനിമകൾ കാണുമ്പോൾ നമുക്ക് വിഷ്വലി ചിലപ്പോൾ ചില സിനിമകൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അതിനകത്തൊരു കഥ വേണം, അതിനകത്ത് ചില നല്ല എലിമെന്റ്സ് വേണം. എല്ലാം ഇപ്പം നന്നായിരിക്കണം എന്നില്ല, പക്ഷെ എടുത്ത് പറഞ്ഞ് സംസാരിക്കപ്പെടുന്ന ചില എലിമെന്റ്സ് അതിനകത്ത് വേണം. അപ്പൊ അതൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് അവരും വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാമറമാൻ ആണെങ്കിലും ശ്രീജിത്ത് പാച്ചാണി, ജോമോന്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീജിത്ത്. പിന്നെ അതുപോലെ അനൂപ്, ഹരീഷ് എഡിറ്ററാണ്. പെട്ടെന്ന് പേരുകൾ കൺഫ്യൂസ് ആയി പോകുന്നു. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ളവർ, മ്യൂസിക് ആയാലും വിവേക് നായർ ആയാലും എല്ലാവരും അത് വളരെ ഭംഗിയായിട്ട്. പിന്നെ അനീഷ് ഗോപാലാണ് ഇതിന്റെ ആർട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതിലെല്ലാം. പിന്നെ ഇത് ബാക്കി എനിക്കറിയില്ല, എത്ര സിനിമ വരുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. സാർ, ഇത് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് UA+16 ആണ്. അപ്പോൾ ഈ സെൻസറിങ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ ഒരുപാട് കറക്ഷൻസ് സാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സെൻസർ ബോർഡ് സാറിനോടുള്ള സമയം? അല്ല, അവരെന്റെ അടുത്ത് ഇതിനകത്ത് ഇത് UK നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൽ നമ്മൾ ചില വേർഡുകൾ UK കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകൾ യൂസ് ചെയ്തിരുന്നു. അത് മാത്രം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഈ ഇംഗ്ലീഷിൽ, അത് UK നടക്കുന്ന നടക്കുന്ന സിനിമ ആയതുകൊണ്ട് ഈ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ അത് അഡൽസിലേക്ക് പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേരള സ്റ്റോറി പോലെ, അതായത് സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല സിനിമകളും ഇവിടെ സെൻസർ ബോർഡിന്റെ നൂലാമാലകളൊന്നും ഇല്ലാതെ ഇറങ്ങുന്നു. അതേസമയം കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന പല സിനിമകളുടെയും ചെറിയൊരു നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കിന്റെ പേരിലാണെങ്കിലും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അപ്പൊ ഇതൊരു ന്യായമായ രീതിയിലാണോ സെൻസർ ബോർഡ്? ഓരോ സെൻസറിങ് നടക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഓരോ ആൾക്കാരാണ്. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് ആണത്. അവരന്ന് ആ സിനിമ കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു അതാണത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആ മൈൻഡ് സെറ്റ് ആവണമെന്നില്ല.
പക്ഷെ ജനറലി നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതിനകത്ത് പ്രോബ്ലം ആണെങ്കിൽ അവരത് പറയും. ചിലതൊക്കെ ചിലർ അങ്ങനെ പറയാറുണ്ട്. അത് നമുക്ക് അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്ത് സംസാരിക്കാൻ പറ്റും. ആർഗ്യൂ അല്ല, നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ കുറെ പറഞ്ഞ് നോക്കി, പക്ഷെ അവർ പറയുന്ന ഇല്ല, എന്ന് അങ്ങനെയാണെങ്കിൽ ഇത് അഡൽട്സ് ഓൺലി ആവും എന്ന് പറയുന്നു. പക്ഷെ ഓക്കെ, UA+16 ആണ്, എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണെന്നും പറഞ്ഞു. സാർ, ഈ അഡൽട്സ് ഓൺലി ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ മാർക്കോ പോലുള്ള സിനിമകളൊക്കെ ഹിറ്റാണ്, ആണ് കിട്ടി കഴിഞ്ഞാലും. അതാകുമ്പോൾ അതിന് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സിനിമയ്ക്ക്? പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ അത് അതിനകത്ത് അങ്ങ് പോയില്ലെന്നേ ഉള്ളൂ. അഡൽട്സ് വേണ്ട, +16 എന്ന് പറഞ്ഞാൽ കാണാമല്ലോ, എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാവട്ടെ എന്ന് വിചാരിച്ചു. സാർ, ഈ ഹേമന്ത് മേനോൻ ഇങ്ങനെ സിനിമയിലേക്ക് വന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തെ ക്യാരക്ടർ വഴി നമ്മള് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും ഇങ്ങനെ മനസ്സിലാലോചിക്കും, അപ്പൊ ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്തത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിൽ കാണുന്ന, ഞാൻ കണ്ട ഒരു ആക്ടറാണ് ഹേമന്ത്. അങ്ങനെയാണ് ഹേമന്തിനെ കാസ്റ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ ഒരുപാട് നടിമാരുണ്ട്. ഈ പറയുന്ന ഗീതിക തിവാരിയിലേക്ക് എത്തിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേർക്കുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? ഗീതികയിലേക്ക് പോകാനുള്ള ഒരു കാരണം ഗീതികയുടെ ഒരു ലുക്കാണ്. ബിക്കോസ് കുറച്ചും കൂടിയും ഒരു ഇംഗ്ലീഷ് മൂവിക്കൊക്കെ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് മൂവി അല്ല, ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ 1-2 പേരെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അവരുടെ ഡേറ്റും ഒക്കെ 6 മാസം കഴിഞ്ഞൊക്കെ കിട്ടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് മാറി. പിന്നെ നമ്മള് കൂടുതൽ ഈ സിനിമ UK-ലൊക്കെ അതിന് വിഷ്വലി നന്നാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ. അതിൽ ആക്ട് ചെയ്യുന്നവർ ഓഫ് കോഴ്സ് നല്ല പെർഫോമൻസ് ആയിരിക്കണം. ഗീതികയുടെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ റീസെന്റ് അഭിനയിച്ച സന്താനത്തിന്റെ കൂടെ DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു. അപ്പോ അതൊക്കെയാണ് നമ്മള്. പിന്നെ നമ്മള് ഒരു സിനിമ ചെയ്യുമ്പോൾ പലരെയും കാണുന്നു, പലരെയും നമ്മള് ഇവര് ശരിയായിരിക്കും, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്നവരെ നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെയാണ് ആ രീതിയിലോട്ട് വന്നത്. നല്ലൊരു വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ കാണാം, ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ മൂവാണ്. Gidhi, can you please explain how was working with Shankar sir? It was good. Hello everyone, first of all. And it was really good and amazing experience because this is my very first Malayalam film. I was very new for this language and for this audience. So I was of course nervous. Shall I start again? So it was very new for me, and when I got approached for this film, I was like, I couldn't say any words that time because it was like a female-oriented film, and I was like, any girl would say, yes for it because it's like lifetime opportunity you will get. And about the script, I was really thrilled when I heard this, and I couldn't get better than this opportunity in Malayalam because of Shankar sir, of course, and he's really great director. He's very sincere and he's very supporting for me because we had shoot here and even in London and different weather, different locations. So yeah, it was very hard, but actually we did it. And it was a great experience, and I'm very happy that I'm here in Malayalam industry, and I hope I'll get the same love and success for this film. So what are the challenges you faced in this movie while shooting? Challenges? Actually, the full film was very challenging for me because I was not from this place like Malayalam industry, right? So for me, I have to learn the dialogues and I have to go through the Malayalam, like character and industry and the language and the people, because lots of things were in my head that how we can put it on the theaters and how we can put it on the screens. So yeah, sir was always there next to me. He was preparing me all the time, and the dialogues, the character, the depth of the character, and this character is very strong, very prominent, and she carried throughout the film. And this film is actually unique for me. गीतिका, तो मलयाली ऑडियंस तुम्हें पसंद करेगा, उसमें भरोसा है?
मुझे इस पे भरोसा है कि ये फिल्म जरूर वो पसंद करेंगे. They will definitely love this film. तुम्हारा एक्टिंग क्रिटिसिज्म करेगा. Definitely. ഹേമന്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ പറയുക മലയാള സിനിമയിൽ സജീവമാവാൻ നിങ്ങളോട് ഗ്യാപ്പ് ശങ്കർ സാറിനെ പോലെ തന്നെ ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണ്. എങ്ങനെ എന്ത് എക്സ്പീരിയൻസ് പറയാമോ ഇൻഡോ എന്ന സിനിമയിലെ? കഴിഞ്ഞ റിലീസായിരുന്നു സിനിമ. ഓക്കെ, അപ്പോ നല്ല എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി ശങ്കർ സാറിനെ പോലെ ഒരാളോടെ സിനിമ എന്ന് പറയുന്നത് അഭിമാനമാണ്. കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അപ്പോ പിന്നെ സാറ് ഞാനും പേഴ്സണലി വളരെ ക്ലോസ് ആണ്, നല്ലൊരു ബന്ധമുണ്ട്. അപ്പൊ എനിക്ക് സാറിനോട് വർക്ക് ചെയ്യുന്നത് പറയുന്നത് വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. കാരണം അദ്ദേഹം നമുക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഭയങ്കര ഒരു അസുരടുത്തൊന്നുമില്ല, നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് സജഷൻസ് പറയാം, സാറ് പോസിറ്റീവ് ഇടയ്ക്ക് എടുക്കും, തിരിച്ചിങ്ങോട്ടും അങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് സാറിനോട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നു. സാറും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. നമ്മൾ UK ഷൂട്ട് ചെയ്യുമ്പോൾ തണുപ്പും കാലാവസ്ഥയൊക്കെ ഭയങ്കര അഡ്വേഴ്സ് ആയിരുന്നു. സാറ് നമ്മളെ കൂടെ തന്നെ കട്ടയ്ക്ക് വന്ന് ത്രോട്ട് വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പൊ അദ്ദേഹം അത്രയും പാഷനേറ്റ്ലി ചെയ്തൊരു സിനിമയാണ് ഇവർക്ക്. പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാം ഒരു ഡിഫറെന്റ് ജോണറാണ്. സാറ് ഞാൻ ട്രൈ ചെയ്യാത്ത ജോണറാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഹൊറർ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുത്ത സിനിമയാണ്. മീൻസ് ഫിസിക്കലി ഹോപ്പ്ഫുള്ളി നന്നായി വരെ പ്രതീക്ഷിക്കുന്നു. ഈ ശങ്കർ സാർ ശരിക്കും പറഞ്ഞാൽ ആക്ടറായിട്ട് കണ്ടിട്ടുണ്ടാവും, അതുപോലെ അത് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്ലസ് പോയിന്റുകൾ ഗുണങ്ങൾ എന്തായിരിക്കുന്നത് ഈ പറയുന്ന ഒരു കോർഡിനേഷൻ എന്ന നിലയിൽ UK ചെയ്തപ്പോൾ ഹേമന്തിന് തോന്നിയത്? ഞാൻ ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ സാറ് വളരെ വ്യക്തമായിട്ട് സ്റ്റോറി എനിക്ക് പറഞ്ഞു തരുന്നു. ലൈക്ക് ഒരു പുള്ളി വെൽ പ്ലാൻഡ് ആണ് സിനിമയെ കുറിച്ച്. അപ്പൊ അതാദ്യം നമ്മൾ സ്റ്റോറി ഡയറക്ഷൻ ടൈമിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണത്. അതേ പേസ് സാറ് ത്രൂഔട്ട് ദ ഷൂട്ട് കൊണ്ടുവരുന്നു. അവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. UK ആകുമ്പോൾ ഒരുപാട് നമ്മൾ അപ്രതീക്ഷിതമായ ഒരുപാട് പ്രശ്നം വരുമ്പോഴേക്കും സാർ ഇത് വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഒരിക്കലും സാറ് പാനിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും വരുമ്പോഴും സാർ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത ആളാണ്. അപ്പൊ അത് ഒരു ബിഗ് പ്ലസ് ആണ്. കാരണം ഡയറക്ടർ പാനിക്കായ ഹോൾ ക്രൂ പാനിക്കാവും. സാർ ഒരിക്കലും അങ്ങനെ ഒരു കൺട്രോൾ പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കാമായിട്ട്, എസ്പെഷ്യലി ആക്ടേഴ്സിന്റെ അടുത്ത് സാർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സാറിന് പേഴ്സണലി ഇപ്പോൾ ഷൂട്ട് പരമായി എന്തൊക്കെ സ്ട്രെസ് ഉണ്ടായാലും നമ്മളത് കാണിച്ചിട്ടില്ല. നമ്മൾ വളരെ കൂളായി ഫ്രണ്ട്ലി നമ്മുടെ അടുത്ത് ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കാൻ സാർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വളരെ വലിയ ക്വാളിറ്റിയാണ് ആസ് എ ഡയറക്ടർ. ശങ്കർ സാറിനുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കഴിവല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കഥ എഴുതിയ ഒരാളുണ്ട്, അതല്ലാതെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ജോലി ചെയ്യുന്നു, ക്യാമറമാൻ അയാളുടെ ജോലി ചെയ്യുന്നു. അപ്പൊ സിനിമ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ മാത്രമല്ല, ഡയറക്ടർ ഇസ് ദ ഹെഡ്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ആ ഒരു കോപ്പറേഷനും അവരുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് ഇൻപുട്ട് വരുമ്പോഴാണ് ആ സിനിമ നന്നാവുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമിനെ കിട്ടി. വളരെ സിൻസിയർ ആയിരുന്നു അവരൊക്കെ. അപ്പോൾ അതിൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വന്ന ചീഫ് അസോസിയേറ്റ് ആയിട്ട് വന്നത് പ്രശാന്ത് പിള്ള എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി എഴുത്തോല എന്ന് പറഞ്ഞ സിനിമയിലും അതുപോലെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ ക്യാമറമാൻ അദ്ദേഹം നല്ല രീതിയിൽ പടം പിക്ചറൈസ് ചെയ്തു. ഇവിടെ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ UK ചെന്നപ്പോൾ അത് വേറൊരു ടീമായിരുന്നു. ബിക്കോസ് ഒരുപാട് പേർക്ക് വിസ കിട്ടാതെ വന്നപ്പോൾ, വിസ പ്രോസസ്സിങ്ങിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ ജോയ് ഈശ്വർ എന്ന് പറഞ്ഞ 3 സിനിമ ചെയ്തിട്ടുണ്ട് പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് അവിടെ ക്രൂ കുറവായിരുന്നു. ഇവിടെ 75-80 പേരുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ക്രൂ കുറഞ്ഞു. ബിക്കോസ് നമുക്ക് ഇത്രയും പേരെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2-3 പേര് ചേർന്നാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെയും ഒട്ടും മോശമായിട്ടില്ല. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടി ഒരു സഹകരണമാണ് സിനിമ. ഡയറക്ടർ എന്ന് പറയുന്ന ലീഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടത് നമ്മൾ അവരോട് പറയുന്നു, അവർ ആ ഇൻപുട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മുടെ മലയാള സിനിമയിൽ മിക്ക ഹൊറർ സിനിമകളിലും കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് സിനിമകളാണ് മാറി എന്ന് വന്നേക്കുന്നത്. അതായത് വെള്ളസാരി കൊടുത്ത് രക്ഷി വേണം, അതുപോലെ തന്നെ നമ്മൾ ചുണ്ണാമ്പ് വേണം, ആണി വേണം, ആല് വേണം എന്നുള്ള രീതിയിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇത് UK ചിത്രീകരിക്കുമ്പോ ഈ സാധനങ്ങൾ ഇതിലെ പ്രേതമാണ് ഒരു മെയിൽ പ്രകടനം. അത് നമ്മൾ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ് നമ്മളിത് UK ചെയ്തിരിക്കുന്നത്. ഇവിടെ ആവുമ്പോ യക്ഷിയും നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ വെള്ളസാരി ഒന്നുമില്ലല്ലോ, അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ളൂ മാറിയിട്ട്.
കവിത ആ, കവിത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പിക് മൂവിയില്? കഴിഞ്ഞിട്ട് മതി. എങ്ങനെയാണ് പ്രൊഡക്ഷനിലേക്ക് വന്നത്? നല്ലൊരു വില്ലനാവാൻ പറ്റിയൊരു ലുക്ക് ഒക്കെ ഉണ്ട് ഇതില്. എങ്ങനെയാണ് ആക്ട് ചെയ്തിട്ടുണ്ടോ? അതല്ല, ഞാന് ശങ്കർ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ കുറെ യാത്രകൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരിക്കൽ ശങ്കർ സാർ പറഞ്ഞു എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത് പറഞ്ഞപ്പോ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാവുന്നതിലായിരുന്നു. കാരണം ഞാൻ വേറൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുള്ളായിട്ട് ഒരു സിനിമാക്കാരനാവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആൾക്കാരുണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ആണ് ഇതൊരു പ്രൊജക്റ്റിലേക്ക് വന്നത്. ശങ്കർ സാറാണോ അതില് കോൺഫിഡൻസ് തന്നത്? എങ്ങനെയാണ് ശങ്കർ സാർ ശങ്കർ സാറിന്റെ മുകളിൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. സീനിയർ മോസ്റ്റ് ആളായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ കാണുമ്പോൾ തന്നെ ആളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആളുടെ ഒരു സിംപ്ലിസിറ്റി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എന്തായാലും നമുക്കൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞത്. ഒരു ബ്രദർലി റിലേഷൻ ആയിരുന്നു. ആ ഒരു കോൺഫിഡൻസിന്റെ മുകളിലാണ് പുള്ളിയുടെ മുകളിൽ ഞങ്ങൾ ഒരു വിശ്വാസം വെച്ചിട്ട് എല്ലാവരും കൂടി അറിയുന്നത്. അതിൽ നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മള് ബഡ്ജറ്റ് നോക്കിയപ്പോ ഇതൊരു നല്ല ബഡ്ജറ്റ് ആവും. ലണ്ടനിൽ തന്നെ പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ആവുന്ന സിനിമ. പിന്നെ ഹോറർ, അതിൽ കുറച്ച് ഗ്രാഫിക്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എഴുത്തോല ചെയ്ത ഗ്രൂപ്പ്, അവർ ലണ്ടനിൽ ഗ്രൂപ്പാണ്. അവരാണ് ഇപ്പോൾ ഒരുപാട് സിനിമകൾ അവിടെ ഇറക്കുന്നത്, ലണ്ടനിൽ ഇറക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെടുത്തും കൂടി സംസാരിച്ചു. അപ്പോൾ അവരും സമ്മതിച്ചു, ഓക്കെ ലണ്ടനിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ കഥ രാംജിക്ക് ഇഷ്ടപ്പെട്ടു. രാംജിയാണ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തത്, ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും കുറച്ചൊക്കെ ബഡ്ജറ്റ് കൂടുതലായി. അത് നാച്ചുറലി എല്ലാ സിനിമയ്ക്കും സംഭവിക്കുന്നതാണ്. പിന്നെ ഒന്നാമത് UK എന്ന് പറയുന്ന ഒരു സ്ഥലം വെതർ വൈസ് വളരെ മോശമാണ്. ബിക്കോസ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ബ്രൈറ്റ് ആയി. ഇപ്പൊ നമ്മളൊരു ഷോട്ട് വെക്കും, ആ ഷോട്ട് എടുത്ത് തീരുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങും. അപ്പൊ പിന്നെ അത് കുറെ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. പിന്നെ തണുപ്പ്, ഞങ്ങൾ പോയ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യണം, അതൊക്കെ ഒരു വലിയ ഡിഫിക്കൽറ്റി ഒക്കെ നമ്മൾ അങ്ങനെ കുറെ ഡിഫിക്കൽറ്റീസിലൂടെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഫലം കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ്കോഴ്സ് ഇവരുടെയൊക്കെ എല്ലാവരും ഇപ്പൊ ഇതേയാണെങ്കിലും ഹേമന്ത് ആണെങ്കിലും ആ തണുപ്പത്ത് എല്ലാവരും നിന്ന് വർക്ക് ചെയ്ത് ഞങ്ങളൊക്കെ രാവിലെ അവിടുത്തെ ഒരു 6 മണിക്കൊക്കെ നമ്മൾ തുടങ്ങും. ബിക്കോസ് ലൈറ്റ് പോകും, ലൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തുടങ്ങും, അപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും. എന്നാലും നമ്മളതൊക്കെ നിന്ന് ചെയ്തു. അതൊക്കെ ഒരു ചാലഞ്ചാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം, കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭദ്ര എന്ന് പറഞ്ഞ സിനിമയിൽ സാർ ഒരു ഗോസ്റ്റ് ആ രീതിയിൽ തന്നെ ഇപ്പൊ എറിക്കിൽ 4ാമത്തെ സംവിധാന സംരംഭം വരുമ്പോ തന്നെ 4ാമത്തെ സിനിമ ആ ഒരു രീതിയിൽ ഒരു ഹൊറർ മൂവി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് സിനിമ മാറിയിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ സാർ ഇതിനു മുമ്പ് പഠിച്ചത് ലേണിംഗ് ആയിരുന്നോ? അല്ലല്ല, അത് ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ ആ സിനിമയിൽ. ഇത് ഞാൻ വേറൊരു സ്റ്റൈലാണ് ഈ സിനിമ. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, നമ്മൾ സിനിമ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ ലണ്ടനിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷ്വൽസും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിലാണ് സിനിമ പോയിരിക്കുന്നത്. റിയൽ ഒരു കഥ അങ്ങനെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ പിന്നെ അതിനെ ഇരുന്ന് ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക്. നമ്മുടെ ഒരു ഇന്ത്യയിൽ നടക്കുന്ന കഥയായിട്ടല്ല, അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട്. ഹൊററിന് പിന്നെ ആണല്ലോ ഒരു പ്രേതം, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് ആതിര രാജീവ്. ഞാൻ ഈ സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ശങ്കർ സാർ എന്നെ ആദ്യം അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പം ഞാൻ വാവുന്നായെങ്കിലും എന്നെക്കാട്ടും വലിയ എക്സ്പ്രഷനാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ആ സമയത്ത് ഇട്ടത്. അപ്പൊ അവരുടെ മുഖം കണ്ടിട്ട് ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാ. It was a really nice experience. It was traveling for work. അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ്. I'm definitely a traveler. അപ്പോൾ എനിക്ക് വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. And that was my first time going to London actually.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ഹൊറർ ആണല്ലോ. ഇപ്പൊ റിയൽ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ പ്രേതത്തിനെ കുറിച്ചും യക്ഷിയെ കുറിച്ചും നമ്മൾ കേട്ടു വരുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞതാണ്. അവരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരു ദിവസം പെട്ടെന്ന് അവളുടെ അച്ഛൻ്റെ സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു, ബിക്കോസ് അവരത് കേട്ടു എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പല പല ഇൻസിഡൻസ് അവർ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോ ഏതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ഒരു വിശ്വാസമാണ്. എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ ചില സംശയങ്ങൾ. ഞാൻ ഈ സിനിമ എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് എന്തൊക്കെയോ ഫീൽ ചെയ്യാം ശരിക്കും. ഇപ്പോ ഒരു ചെറിയ ഇങ്ങനെ ചെറിയ തടസ്സങ്ങൾ എന്ന് പറയും, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഗീതിക ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഗീതികയുടെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഇന്ന് വരെയ്ക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ഗീതിക അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ ടിക്കറ്റ് ഇല്ല എന്ന്. പക്ഷെ ടിക്കറ്റിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങളുടെ ടിക്കറ്റ് എന്നൊക്കെയുള്ളതല്ല, ഇത് വേറൊരു ദിവസത്തേക്കുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ. ഈ സിനിമ ഇന്ന് ഞാൻ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല. ഇത് ആക്ച്വലി ഒരു 3 വീക്സ് 4 വീക്സ് മുമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ UK ചെന്നിട്ട് എനിക്ക് എൻ്റെ വിസ മാറ്റാനുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ UK സിറ്റിസൺ അല്ല, റെസിഡന്റ് ആണ്. യൂഷ്വലി എനിക്ക് 20 ദിവസം കൊണ്ട് കിട്ടുന്ന വിസ 2.5 മാസം പിടിച്ചു. ഒരുപാട് തടസ്സങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സിനിമയിൽ. അപ്പൊ എന്താണെന്ന് അറിയില്ല, അതിങ്ങനെ ഷൂട്ടിംഗ് സമയം തൊട്ടേ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തോണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റു സിനിമകളിലൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങള് എല്ലാം കൊടുത്തപ്പോ സെൻസർ ചെയ്തതിന്റെ ഒരു കട്ട്സ് ഇവിടെ നമ്മള് ഇവിടുത്തെ മ്യൂട്ട് ചെയ്യണ്ടായിരുന്നു, അതില്ലാത്തതിന്റെ ഇവിടെ കൊടുത്തു. ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എന്താണ് അതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. മേ ബി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തോണ്ടാണോ, എന്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതൊക്കെ സത്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടോ? ഈ സിനിമ അതേപോലെ ട്രൂ ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ട്രൂ ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുള്ള സ്കോട്ട്ലൻഡിൽ നടന്നിട്ടുള്ള ഒരു സംഭവം. അത് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാവുന്നതും ഒരു കാർ വാങ്ങിച്ചതിന് ശേഷം അതിന്റെ പിന്നാലെ അന്വേഷിച്ച് അവിടെ പോകുന്നതും അതൊന്ന് കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊരു സിനിമയാക്കുമ്പോൾ നമുക്ക് അതിൽ കുറെ മസാലകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. നമ്മൾ ഇരുന്ന് ഒരു കഥയുണ്ടാക്കി ഒരു ഇൻസ്പിറേഷൻ അത്രേ ഉള്ളൂ. ഇത് നമ്മളൊരു ഇതിൽ വായിച്ചതാണ് അങ്ങനെ ഒരു സംഭവം. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സിനിമയ്ക്ക് പറ്റുന്ന ഒരു എലിമെന്റ് അതിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ ഹേമന്തിന് അതേപോലെ എന്തെങ്കിലും നെഗറ്റീവ് ഒരു വൈബ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴും അതിനുശേഷവും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ബേസിക്കലി തടസ്സങ്ങൾ നമുക്ക് ഓഫ്കോഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമനെ പോസിറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു നെഗറ്റീവ് കുറച്ചായിട്ടുള്ള ക്യാരക്ടറിന്റെ ഇപ്പൊ ബാക്കി മിക്കപ്പോൾ ഞാൻ കുറെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് മൂവിലും കുറച്ച് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ചറപറ സിനിമകൾ ചെയ്യേണ്ട എന്ന് കരുതി കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് മൂവി നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു, റെസ്പോൺസിബിൾ ക്യാരക്ടർ ആയിരുന്നു ഔസിപ്പിന്റെ. അപ്പൊ ഞാൻ ഓർത്ത് ഒരുപാട് സിനിമകൾ ചെയ്യണം. ഞാനിപ്പോ തമിഴിൽ 2 മൂവീസൊക്കെ റിലീസ് ആവുന്നുണ്ട്, തെലുഗുവിൽ 2 മൂവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ നല്ല മൂവീസ് ചെയ്യാൻ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മൂവിയിൽ എനിക്ക് എന്റെ ക്യാരക്ടർ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ അത് ഉള്ളതായത് നന്നായി ചെയ്യുക എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് എനിക്കുള്ളൂ. തടസ്സങ്ങൾ സാധനങ്ങൾ എനിക്കുണ്ടാവാറുണ്ട്. ഞാനപ്പോ ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കണം പോയിട്ട് സിനിമയുടെ ബന്ധപ്പെട്ടാണെന്നുള്ളത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. സിനിമയില് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ ഷോയിങ് ദ സപ്പോർട്ട്. സിനിമയിൽ വരുന്നത് ഐ തിങ്ക് ദേ കോണ്ടാക്റ്റഡ് ഫോർ കാസ്റ്റിംഗ്.
അങ്ങനെ ഒരു സുഹേൽ എന്ന് പറഞ്ഞ ഒരു മാനേജർ ത്രൂ വന്ന ഒരു റോളാണ്. ശങ്കർ സാറിന്റെ പടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. ബട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് ഇസ് ഹിസ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ മീ. അത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത്ര കൂൾ ആൻഡ് കാം ഡയറക്ടർ ഐ ഡോണ്ട് തിങ്ക് വി ഹവ് സീൻ ഇൻ ദ ഇൻഡസ്ട്രി. സാർ ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഐ തിങ്ക് എവറിബഡി വുഡ് എഗ്രി ടു ദ സെയിം. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആൻഡ് സപ്പോർട്ടീവ് ആയിട്ട്. സോ ഐ ഇൻഫാക്ട് ഗീതികയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും കോമ്പിനേഷൻ സീൻസ് ആരായിട്ടില്ല. അതെനിക്ക് സങ്കടമുണ്ട്. ലണ്ടനിലും കൊണ്ടുപോയില്ല. It's definitely a nice experience. നേരത്തെ ലൈറ്റ് കൂടെ മിന്നുന്നുണ്ടായിരുന്നു. അത് ഇയാളാണ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. തോന്നുന്നതാണ് കുറെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ്. പക്ഷെ ഷൂട്ടിംഗ് സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ, ഷൂട്ടിംഗ് സമയത്തെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോയി, തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് റിലീസിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ. സാർ എറിക് ആരാണ്, അത് റിവീൽ ചെയ്യാൻ പറ്റുന്നതാണോ? എറിക് എന്ന് പറയുന്നത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ഒരു ആള് അതിൽ അഭിനയിക്കുന്നുണ്ട്. എറിക്കാണ് ശരിക്ക് പ്രേതം. നമ്മൾ കുറച്ച് ഷാഡോ പ്ലേ ഒക്കെ ഉണ്ട്, ലൈവായിട്ടുള്ളതുണ്ട്, ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറ് മണിച്ചത്ത് താഴാണോ? ആയതല്ല ഞാൻ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ നമ്മുടെ വീടിന്റെ അടുത്ത് കുട്ടി വേറെ ആളെ പോലെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ പറഞ്ഞു. അല്ല അങ്ങനത്തെ ഇൻസിഡന്റ് ഒന്നും ഇതിനകത്തില്ല. ഞാൻ പറയുന്ന പ്രേതം നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഇങ്ങനെ നമ്മുടെ വളരെ അടുത്ത റിലേഷൻ ആണ് അത് പറഞ്ഞ, അവരും കേട്ടു എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയ അച്ഛൻ്റെ വോയിസിൽ സംസാരിക്കുന്നു ഇടയ്ക്കൊക്കെ. ഈ ട്രെയിലർ കാണാൻ പറയുന്നുണ്ട് ഞാൻ ഒരു കാറ് മേടിച്ചു, ഇതൊക്കെ പറയുന്നത് ഞാൻ ഒരു കാറ് മേടിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നു പറയുന്നുണ്ട്. അവിടെ മുതലാണ് ഈ കോസ്റ്റിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട്, എന്താണ് ആ പ്രസൻസിന്റെ കാരണം, ലക്ഷ്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ സിനിമ പറഞ്ഞ സാധനം. അപ്പൊ അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ട്രാക്കാണ്. പ്രേതം ചുമ്മാ ചാടി വീഴുന്നതല്ല. ഈ കാറ് വാങ്ങുമ്പോഴാണ് ഗീതയുടെ കൂടെ ഈ ഒരു സംഭവം ഫീൽ വരുന്നതും അതിന്റെ ബാക്ക്ഡ്രോപ്പ് കഥ പറഞ്ഞു പോകുന്നതും അപ്പൊ നമ്മളൊക്കെ ഇൻവോൾവ് ആവുന്നതും അതിനൊക്കെ പറഞ്ഞ സാധനം ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും ആദരിക്കാണെങ്കിൽ ഗീതയ്ക്കാണെങ്കിൽ ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. ഫിസിക്കലിയും ഒക്കെ ഒരുപാട് പെർഫോം ചെയ്യേണ്ടായിരുന്നു. അപ്പൊ അതൊരു ചാലഞ്ച് നമുക്ക് എല്ലാവർക്കും ചാലഞ്ചിങ് ആയിരുന്നു. അതേപോലെ ഇപ്പൊ ഒരു സീനിയർ നടനാണ് ഈ സംവിധായകൻ എന്നുള്ളത് കൊണ്ട് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? ഇല്ല, സാറ് ബേസിക്കലി സാറിന് മെയിൻ ട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്റെ പുറത്ത്. നമ്മള് നല്ലൊരു വൈബിളുകൊണ്ട് തന്നെ നമ്മൾ ചില സീൻസ് നമ്മൾ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഡയലോഗ്സ് മാറ്റുമ്പോഴൊക്കെ സാറ് വളരെ കൂളായിരുന്നു. ചില സീനിയേഴ്സ് ചിലപ്പോൾ അത് സമ്മതിക്കില്ല, അവർക്ക് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ സാർ പക്ഷെ അങ്ങനല്ല, സാർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സീനിയറിന്റെ ഒരു ജാനൊന്നും സാറിന് ഇല്ല ബേസിക്കലി. പിന്നെ സാറിന്റെ ഒരു കാംനെസ് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്പയറിംഗ് ആണ്. കാരണം നമുക്ക് ആസ് എൻ ആക്ടേഴ്സ് നമ്മളും കാമാവും. ഇപ്പൊ ഡയറക്ടർ ഭയങ്കര പാനിക്കായിട്ട് ടെൻഷൻ ആവും, നമുക്കും ടെൻഷൻ ആവും. അപ്പൊ സാർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഒരു സീനിയറിന്റെ മെയിൻലി പറഞ്ഞ പോലെ നമുക്ക് കുറെ ടിപ്സ് ഒക്കെ തരും. അങ്ങനെ ചെയ്തു നോക്കും, ഇങ്ങനെ ചെയ്ത് നോക്കുന്നു പറയുമ്പോൾ നമ്മളത് എടുക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി സാർ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. First of all, my name is Alan Cherry. Shankar sir, congrats for this wonderful movie. I know how hard it is to shoot outside. I've shot in America. My question is, was it a fast-paced movie or is it a short selection? Was it a slow one? No, it's a fast-paced movie. It's not a slow movie. It's fast-paced. And then, We have also 3 English people have acted in this film. 3 Englishകാരും അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അവരും അവരുടെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. നമ്മളും പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും പെർഫോം ചെയ്യുന്നു. ബിക്കോസ് അവരൊക്കെ ഒരു ഓഡിഷനിലൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് ഈ സിനിമയിൽ വളരെ നന്നായിട്ടുണ്ട്. when an actor directs like you with 40 years experience, I guarantee other experience here, you have known the situations of every actor to get into them. അവിടെ പെർമിറ്റ് കിട്ടാനൊക്കെ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ആകെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായി പോയത്. ബിക്കോസ്
അവിടെ നമ്മുടെ ഈ വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അത്രയും വലിയ ആൾക്കാർക്ക് മാത്രമേ ഒരു പെട്ടെന്ന് വിസ കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മള് ഇപ്പൊ ശ്രീജിത്ത് പാച്ചാണി ക്യാമറമാൻ, പുള്ളിക്കൊക്കെ വിസ കിട്ടാൻ വലിയ പാടായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് അവരുടെ അവര് ഒന്നെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ വലുതായിരിക്കണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നല്ല ഒരു ഇത് കാണിക്കണം. പക്ഷെ അതൊക്കെ ഇല്ലാതെ വന്നപ്പോൾ നമുക്ക് പിന്നെ അവിടുന്ന് പ്രൂവ് എടുക്കേണ്ടി വന്നു. പിന്നെ പെർമിഷൻസ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എല്ലാത്തിനും ഇൻഷുറൻസ് ആവശ്യമാണ്. Guerrilla shoots ഉണ്ടായിരുന്നോ? ഏതാ Guerrilla random, without any guerrilla shooting. What is it? I didn't understand. Like filming without appointments and permits. No. It's full. Some places that's all. Otherwise, we have to take. If something happens, then we get into trouble, because if there's an accident or something happens to an artist or somebody, then we will get into trouble. So we have to take permission, and the production company they have taken all the permissions. Hats off again for your challenge. I can imagine. We are shot in Las Vegas, a big movie at the stuff. Which movie was that? It's Kavi and Tamil movie. Okay. We got arrested many times, and I had released. ഞാൻ അവിടുത്തെ ഒരു വെറ്ററാണ്, US military വെറ്ററാണ്. So അങ്ങനെ കുറെ പേരൊക്കെ വിടുതലാക്കാനൊക്കെ സഹായിച്ചു. ചെറിയ കാലഞ്ചേരി, retired US military. Okay. Thank you. Nice to meet you. God bless. Nice to talk to you. വിഘ്നതയൊന്നും ഉണ്ടാകാതെ പിന്നോ തകർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആവശ്യം. ബിക്കോസ് പറയുന്ന മാതിരി നമ്മളൊരു സിനിമ ചെയ്തു, ഏറ്റവും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു. ബാക്കി നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ വിടുന്നു, ഇവിടുത്തെ ഓഡിയൻസിന്റെ കയ്യിലേക്ക് വിടുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ സാറ് പറഞ്ഞായിരുന്നു ഇതിലെ പ്രേതം ഒരു പാവം പ്രേതമാണെന്ന്. അപ്പൊ നമ്മൾ ഈ അടുത്തിറങ്ങിയ സർവമായ മൂവിയിലെ ഡെലൂലു ആ ടൈപ്പ് ആണോ, അതോ ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റിലൊരു നന്മമരാവുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നുക, അങ്ങനെ ഒരു രീതിയിലാണ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നന്മമരമാവുന്നില്ല, അത് അതിന്റെ റിവെഞ്ചിന് പോവാണ്. ബിക്കോസ് എങ്ങനെ അത് റിവെഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അത് കടന്നു വന്നിരിക്കുന്ന സിറ്റുവേഷൻ. അത് ബേസിക്കലി പാവമാണ്, പക്ഷെ ഓരോ റിവെഞ്ചും അതുപോലെയൊക്കെ തന്നെയാണ്, വളരെ അഗ്രസീവായിട്ട് തന്നെ വരുന്നത്. നേരത്തെ കാറിന്റെ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്. അപ്പം പണ്ട് ജയറാമന്റെ ദ കാർ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ വിജയ് ദേവരകൊണ്ടയുടെ ടാക്സി വാല എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. കാറാണ് പ്രേതം, പക്ഷെ ഇതില് കാറ് പ്രേതമല്ല. കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് ആ കാർ ഓൺ ചെയ്തിരുന്ന ആളാണ് എറിക്. അപ്പോ ആ കാറിലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രസൻസ് എന്നും കാറിലും ഉണ്ട് പ്രസൻസ്. ഒരു വീട്ടിലേക്ക് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലും വരും. പിന്നെ ഇതിനെവിടെ എന്താ സംഭവിച്ചാൽ അവിടെയും പ്രസൻസ് ഉണ്ടാവും. ഈ 3 സ്ഥലത്താണ് അതിന്റെ പ്രസൻസ്. ഇപ്പോൾ കാറ് സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ പ്രേതത്തിന് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അല്ലാതെ പ്രേതമായിട്ട് അങ്ങനെ കാറ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, പണ്ട് നമ്മൾ കണ്ടൊരു സിനിമ ജൂനിയർ മാട്രിക്, അപ്പോൾ ഇത് അങ്ങനെ റിലേറ്റഡ് ആണോ? ഇല്ല, ഇതൊരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഇതിപ്പോ പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഇത് ഏതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റോറി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. എലിമെന്റ്സ് ഒക്കെ ഹൊറർ എന്ന് പറയുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ എലിമെന്റ്സ് ഒക്കെ ചിലപ്പോൾ കയറി വരും. അതല്ലാതെ വേറൊരു സ്റ്റൈലിൽ പോകുന്ന സിനിമയാണ്. ഇതിന് വേറെ ലാംഗ്വേജസ് വരുന്നുണ്ടോ? നിങ്ങൾ ഓൾറെഡി പറഞ്ഞില്ല വേറെ ഫോറിനേഴ്സ്. അല്ല, ഇത് നമുക്ക് ഏത് ഭാഷയിൽ ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തമിഴില് ചെയ്യാം, തെലുങ്കില് ചെയ്യാം, കന്നഡത്തിൽ ചെയ്യാം, ഹിന്ദിയിൽ ചെയ്യാം, ഏത് ഭാഷയിലും ചെയ്യാം. ബിക്കോസ് ഇത് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട്, എൻ്റെ വിഷ്വൽസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഡയലോഗ്സ് കുറച്ച് കുറവാണ് ഇതിൽ. നമ്മൾ ഒരുപാട് ഡയലോഗ് ഒന്നും ഈ സിനിമയിൽ പറയുന്നില്ല. ചെറിയ ചെറിയ ഡയലോഗുകൾ, ആവശ്യത്തിനുള്ള ഡയലോഗുകൾ, ഇത്രയേ ഉള്ളൂ. ടെൻഷനിലിരിക്കുന്നു സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. പ്രേതത്തിനെ പേടിച്ചെന്ന് ചോദിച്ചാൽ നമ്മള് ഫിൽം ചെയ്യുന്നില്ല, മൂവി സെറ്റ് ആണല്ലോ. അപ്പൊ ഇവര് സെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പം കറക്റ്റ് മറ്റേ ആ രീതിയിൽ ആ ലുക്കിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് കേറുമ്പോ ജസ്റ്റ് നമ്മള് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന സിനിമ കാണുന്ന പോലെ അതിന്റെ ഉള്ളിലോട്ടല്ലേ നമ്മൾ ചവിട്ടി കയറുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഫീലൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പാട്ട് കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു പാട്ട് അത് ഇറങ്ങിയിട്ടുണ്ട് മനോരമ മ്യൂസിക്കില്, അവരാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഈ സിനിമയുടെ ഒരു നട്ഷൽ എന്താണ്, അതിന്റെ ഒരു അണ്ടർ കറണ്ട് അത് പറയുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്, അതേ ഉള്ളൂ. പിന്നെ നമ്മള് അവിടെ ഈ സിനിമയിൽ എന്താ വെച്ചാൽ ഇതൊരു പ്രേതത്തിന്റെ കഥ. ഈ കാറ്
ആളില്ലാതെ ഓടുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഗ്രാഫിക്സ് ഒന്നല്ല, അതല്ലാതെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ചോദ്യത്തിന് ഉത്തരം. മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഒരു സീനുണ്ട്. ഒരു കാറ് പോയി ഇടിച്ച് ഒരു ബിൽഡിങ്ങിൽ ഇടിച്ച സീനുണ്ട്. അത് ഈ ട്രെയിലറിലുണ്ട്. ട്രെയിലർ ചെറിയ ഗ്ലിംസ് മാത്രമേ ഉള്ളൂ. അത് പക്ഷെ ഭയങ്കര ഒരു സീനാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ ആയി. കാരണം ഡ്രൈവർ ഇരുന്ന വണ്ടി ഓടിക്കുകയായിരുന്നു. അപ്പൊ ഓടിച്ച് കയറി ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിക്കുമ്പോൾ മൊത്തം ബിൽഡിംഗ് ആ വണ്ടിയിലേക്ക് ഇടിഞ്ഞു വീഴുമായിരുന്നു. അപ്പൊ അത് നമുക്കൊക്കെ ഭയങ്കര പേടിച്ചും, പക്ഷെ സ്റ്റിൽ അത് വിഷ്വലി ഭയങ്കര രസമായി വന്നിട്ടുണ്ട് സിനിമ ക്ലൈമാക്സ് എടുക്കുമ്പോൾ. അപ്പൊ അത് ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് അല്ലെ. സാറിന് അത് സാറും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് സീക്വൻസ് ആണ്. ട്രെയിലറിലുണ്ട് ചെറിയ ക്ലിംസ് ഉണ്ട്. അത് പടത്തിലെ മെയിൻ സീക്വൻസ് ആണ്. ഒരുപാട് ചാലഞ്ചിങ് സീക്വൻസ് ആയിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ആവശ്യം. ബിക്കോസ് ഇന്നിപ്പോ സിനിമ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തരിക. 6-ാം തീയതി പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു. താങ്ക് യു.